അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ ഇന്ന് ഏറെ ആകുലപ്പെടുകയും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് സാമ്പത്തികമായ വിഷയങ്ങൾ. സമ്പത്തിനോടുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, മനോഭാവങ്ങൾ വ്യത്യസ്തമാണ്, അതിനെ കാണുന്ന രീതി വ്യത്യസ്തമാണ്, അത് ക്രയവിക്രയങ്ങൾ നടത്തുന്നത്, ഇടപാടുകൾ നടത്തുന്നത് വ്യത്യസ്തമാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, അതോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിലൊരംഗം എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളില്ലേ, അവിടേക്കാണ്, ആ ഒരു കാര്യങ്ങളിലേക്കാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ബഹുമാന്യനായ സയ്യിദ് സാറാണ്. സയ്യിദ് സാർ ഈ ഒരു മേഖലയിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചർച്ച, ഒരു നിർദ്ദേശം നമ്മൾക്ക് തരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. ആ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയാസം അനുഭവിക്കുന്നത്, നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്, അവിടെ ആത്മഹത്യയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു മിസ്മാനേജ്മെൻറ്റ് ഇന്ന് സമൂഹത്തിലുണ്ട്. അവിടെ നമുക്ക് ഇടപെട്ടേ മതിയാവൂ. അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിനെ ബോധവൽക്കരിക്കേണ്ട, എംപവർ ചെയ്യേണ്ട, അവയർനെസ് കൊടുക്കേണ്ട ഒരു മേഖലയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്? ഏതൊക്കെ മേഖലയിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ, ഒന്ന് നിർദ്ദേശിച്ചാൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ബിസ്മില്ലാ. നമ്മളൊക്കെ ജീവിതത്തിൽ അനിവാര്യമായും ജീവിതം ക്രമീകരിക്കണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും നിർബന്ധമായിട്ടും വേണ്ട ഒരു ബാക്ക് ബോൺ മണി മാനേജ്മെൻ്റാണ്. ജീവിതത്തിൽ പൈസ അല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. പൈസ എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. ഇസ്ലാം പണം സമ്പാദിക്കുന്ന ഹലാലായ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട്. സമ്പത്ത് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുമ്പോൾ അതിൻ്റെ ഉപകാരങ്ങൾ സമൂഹത്തിനാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. സാമ്പത്തിക മേഖലയിലുള്ള ഐക്കൺ എന്നുള്ള പേരിൽ നമ്മൾ അറിയുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ പോലും നമുക്കറിയാം, എവരിബഡി നോസ്. അപ്പോൾ ആ വ്യക്തികളൊക്കെ തന്നെ ഒരുപാട് ചാരിറ്റി വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് മരണപ്പെട്ട രതൻ ടാറ്റ, അദ്ദേഹം ഒരുപാട് ചാരിറ്റി വർക്കുകൾ, അദ്ദേഹം ഒരു അവിശ്വാസിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ, കാരണം അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല, ആ മക്കളില്ലാഞ്ഞിട്ട് പോലും ഒരുപാട് അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിൽ ഹലാലായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള പണം ഉണ്ടാകുമ്പോൾ അത് മുഖേന ഒരുപാട് ആളുകൾക്ക് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി വർക്ക്, തൊഴിലുകൾ നടത്താനൊക്കെ പറ്റും. യഥാർത്ഥത്തിൽ ഒരു ഓൺട്രപ്രണർ ആവുക, ഒരു സംരംഭകനാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ്റെ ഒരു ചിന്ത കൂടിയാണ്. പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ഒരു സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനത്തിൽ റാഹത്തായിട്ട് അങ്ങനെ ജീവിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരാളെ മടിയനാക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാവരും അങ്ങനെ മടിയനായി എന്നല്ല, ഒരർത്ഥത്തിൽ. കാരണം നിശ്ചിതമായിട്ടുള്ള കാൽക്കുലേറ്റഡ് ആയ ഒരു സാലറി എല്ലാ മാസവും എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ മതി, എന്നാൽ ഒരു പുതിയ ഓൺട്രപ്രണറായിട്ട്, ഒരു സംരംഭകനായി ചാർജ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അധ്വാനിച്ചാൽ മാത്രമേ അയാൾക്ക് അയാളുടെ കമ്പനി വികസിപ്പിക്കാനും ജോലി കണ്ടെത്താനും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും വരുമാനം ഉണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ മിസ്മാനേജ്മെൻറ്റ് ഓഫ് മണി എന്നുള്ളത്, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സിലബസിലൊന്നും തന്നെ നമ്മളത് പഠിപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന റോബർട്ട് കിയോസ്കിയുടെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, നമ്മളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണത്. അതായത് സാമ്പത്തിക മേഖലയിൽ ഒരാൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്,
അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും റിച്ച് ആയിരിക്കണം. എനിക്ക് കുറച്ച് പണം മതി, കുറച്ച് വിഭവങ്ങൾ മതി, ഞാൻ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ ചെറുപ്പട്ടത്തിൽ അങ്ങനെ പോവാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തിങ്ക് സ്മോൾ എന്നുള്ളത് നമ്മുടെ സങ്കല്പം ചെറുതാവുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു വലിയ സംരംഭകനാവണം, വലിയ കമ്പനി പിന്നെ ഉണ്ടാക്കണം, അതിലൊരുപാട് ജോലിക്കാരെ ആളുകൾക്ക് പിന്നെ ജോലി കൊടുക്കണം, വലിയ വരുമാനം, അത് വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വലുതായി ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് അയാളുടെ വിഷൻ മാറുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടും. ശരിക്കും ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ മിസ്മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സാമ്പത്തിക മേഖലയിലുള്ള നമ്മുടെ ലിറ്ററസി, സാക്ഷരത അതിൻ്റെ കുറവാണ്. അതുകൊണ്ട് ആ മേഖല ശരിയായ രൂപത്തിൽ ഫിനാൻസ് എന്താണ്, ഇസ്ലാമിക് ഫിനാൻസിങ് എന്താണ്, ഇസ്ലാമിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്താണ്, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം. വളരെ നല്ലൊരു ആമുഖമാണ് സർ നമുക്ക് നൽകിയത്. അഥവാ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്നാൽ സാമ്പത്തികമായി അറിവില്ലായ്മ, അജ്ഞത കൊണ്ടാണ് പലപ്പോഴും സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവവും നമുക്ക് സമ്പത്തിനോടുള്ള കാഴ്ചപ്പാടും മാറുന്നത് എന്നുള്ളതാണ്. സർ, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ അറിയോ, നിങ്ങൾ അതിലേക്ക് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് പൈസ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ആവശ്യമുള്ളതൊന്നുമല്ല, എനിക്കിങ്ങനെ തട്ടിയൊപ്പിച്ച് ജീവിച്ച് പോയാൽ മതി. ഇതൊക്കെ ഏതെങ്കിലും വലിയ ആളുകളോ അവരൊക്കെ ഉണ്ടായാലും നമുക്കൊക്കെ അതിൻ്റെ എന്തെങ്കിലും ചെറുതൊക്കെ കിട്ടൂലേ. പിന്നെ കൂടുതൽ പൈസ ഉണ്ടായാൽ പിന്നെ അഹങ്കാരികളായി മാറും, ധിക്കാരികളായിട്ട് മാറും. അതല്ലെങ്കിൽ അവർക്ക് എപ്പോഴും പിന്നെ പൈസൻ്റെ ഒരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരാധന കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ നാടുകളിലെ ചില സാധുക്കളായ ആളുകളുടെ കാഴ്ചപ്പാടാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഒരു നിർദ്ദേശം? അതിൽ സമ്പത്ത് ഹലാലാവുക എന്നുള്ളത് സമ്പാദ്യ മാർഗങ്ങൾ. കാരണം അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ധനികന്റെ വിചാരണയും ഒരു ദരിദ്രന്റെ വിചാരണയും ഒരിക്കലും ഒരുപോലെയല്ല. അവിടെ എല്ലാറ്റിനും ചില പരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പാലിക്കുക തന്നെ വേണം. ഹറാമായ സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വളരെ സൂക്ഷ്മത നമ്മൾ പുലർത്തണം. എന്നാൽ ഹലാലായ സമ്പാദ്യങ്ങൾ വരുന്നതോടുകൂടി സമ്പത്തിന്റെ സക്കാത്ത് ഉണ്ടാവുന്നുണ്ടല്ലോ. 2.5%. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരാളുടെ വരുമാനമായിട്ട് വരുമ്പോൾ അതിന്റെ 2.5% അയാൾ സക്കാത്ത് നിർബന്ധമായി കൊടുക്കണം. ഒപ്പം തന്നെ അയാളുടെ സ്വതക്ക ആ സമൂഹത്തിൽ, ആ മഹലിൽ, ആ പിന്നെ രാജ്യത്താണ് ചിലവഴിക്കപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും മാറ്റാൻ അത് ഉപകരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾ, എന്ത് പൊതുപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണമെങ്കിലും പൈസ വേണം. സമ്പന്നരുടെ അടുത്തേക്കാണല്ലോ നമ്മൾ ഈ പിരിവിന് ചെല്ലാറുള്ളത്. അപ്പോൾ ആ പിരിവിന് ചെല്ലുന്ന സമയത്ത് അവർ പൈസ തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മുഖം ചുളിക്കപ്പെടുന്നു. എന്നാൽ അവർക്ക് എവിടുന്ന് അത് കിട്ടുന്നത്? അവരൊരുപാട് സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്തിട്ടാണ് അവർക്ക് പൈസ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം, അല്ലാതെ അതിൽ നിന്ന് പിൻവാങ്ങാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ ഹലാലും ഹറാമും ഡൂസ് ആൻഡ് ഡോൺസ് കൃത്യമായിട്ട് തലമുറയെ പഠിപ്പിച്ചേ പറ്റൂ. പെട്ടെന്ന് പണമുണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ, ഷോർട്ട് കട്ട്, അതാണ് ഇന്നത്തെ തലമുറ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ എപ്പോഴും ഹലാലിനെയും ഹറാമിനെയും കൂട്ടിക്കുഴക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇസ്ലാം പണം സമ്പാദിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം കച്ചവടങ്ങൾ ഹറാമാണ്, അതെല്ലാം കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു അവബോധം, അറിവ് പണ്ഡിതന്മാരിൽ നിന്ന് നമ്മുടെ സമൂഹം നേടുകയും അത് സാർവത്രികമാക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു നിരക്ഷരത ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സമ്പത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ മാറ്റേണ്ടത് എന്നാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ആഗ്രഹിക്കണം, അത് ഹലാലായ മാർഗത്തിലൂടെ നേടാനും ഹലാലായ മാർഗത്തിൽ കൂടെ ചെലവഴിക്കാനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരെണ്ണമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ, കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കൃഷി കൂടുതലുള്ള ആളുകൾക്കാണ് ആ കൃഷിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. സമ്പത്ത് കൂടുതലുള്ള ആളുകൾക്കാണ് ആ സമയത്ത് നിസാബ് എത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടത്. അഥവാ സമ്പത്തുള്ളവർക്കാണല്ലോ. അപ്പോൾ അതുണ്ടാവാൻ ആഗ്രഹിക്കുകയും അത് ഹലാലായ മാർഗത്തിലൂടെ നേടാനുള്ള ഒരു പരിശ്രമം നടത്തുകയും അത് നേടിക്കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്.
അപ്പോൾ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട് ടോട്ടലി എവിടെയൊക്കെയോ നമുക്ക് മിസ്ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മളത് എങ്ങനെയൊക്കെയോ ഒരു വേണ്ടാത്ത രൂപത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് മാറ്റണം എന്നതാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചോദിക്കണം, ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ നല്ലൊരു സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിയൊരു സ്ഥാപനമാണ്, വളരെ ചെറിയൊരു സ്ഥാപനമായിരുന്നു. പിന്നീട് അത് മക്കൾ ഏറ്റെടുത്തു. 3-4 മക്കൾ അവർ അത് ഭംഗിയായിട്ട് പിന്നെ അത് ഇങ്ങനെ വികസിച്ച് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാസം എത്രത്തോളം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ചില മാസങ്ങളിൽ നമുക്ക് വേണ്ട ലാഭം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്ന 50 കുടുംബങ്ങൾ കഴിയുന്നത് ഞങ്ങളെ ആശ്രയിച്ചാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുപോകാൻ പക്ഷേ ആ ഒരു മാസം ഒരു പക്ഷെ ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ 50 പേർക്ക് അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് അതിലൂടെ അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആയിരിക്കും ഈ സ്ഥാപനം അള്ളാഹു ഇങ്ങനെ നിലനിർത്തുന്നതാണ്. അതും ഒരു വലിയ ഗുണപാഠം നമുക്കില്ലേ? ശരി, തീർച്ചയായിട്ടും നമ്മൾ ആ രൂപത്തിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്നും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ സ്വയം സെൽഫ് സഫിഷ്യൻ്റ് ആവുക, സ്വയം പര്യാപ്തരാവുക. അതിന് നമുക്ക് സാധിക്കും. അതാണ് കഴിഞ്ഞ സെഷനിലും ഞാൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് പോസിറ്റീവ് ഓട്ടോ സജഷനാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് ആദ്യം മാറേണ്ടത്. അതായത് നല്ല ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് ഞാൻ വരണം, എൻ്റെ കുടുംബം വരണം, എൻ്റെ നാട് വരണം, എൻ്റെ സമൂഹം വരണം എങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും. അതായത് പോസിറ്റീവായി തിങ്ക് ചെയ്താൽ മതി. അത് പിഷ്കനാവാൻ പാടില്ല, എന്നാൽ ഇസ്രാഫ് പാടില്ല. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മധ്യമവസ്ഥയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പിശുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, ഇസ്രാഫിൻ്റെ വിഷയത്തിലും മുന്നറിയിപ്പ് നൽകി. ഇത് രണ്ടും ഇല്ലാതെ മധ്യമമായ അവസ്ഥയിൽ സമ്പത്ത് ആവശ്യമുള്ളിടത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദഅവാ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങളിൽ സമ്പത്ത് വേണ്ടേ? നമ്മൾക്ക് വിപുലമായിട്ടുള്ള ഈ സംവിധാനം രൂപീകരിക്കുന്നതിൽ സമ്പത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സമ്പത്തുള്ളത് കൊണ്ടാണ് ആളുകൾ ഈ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ അത് മിസ്മാനേജ്മെൻറ്റ് ചെയ്യപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മുടെ സമൂഹം അറിയേണ്ടത്. എങ്കിൽ മാത്രമേ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ. അതിലെനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇമ്പൾസീവ് സ്പെൻഡിങ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. ഓർക്കുമ്പോൾ വീർക്കുക എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ നമ്മൾ ചെല്ലുകയാണ്, വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങളല്ല പലപ്പോഴും നമ്മൾ വാങ്ങുന്നത്. അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെട്ട അവരുടെ ന്യൂറോ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ട കുറേ പ്രോഡക്ട്സ് ഉണ്ടാവും. ആ പ്രോഡക്ട്സ് ആണ് നമ്മൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നത്. എന്നിട്ട് അത്യാവശ്യമുള്ള സാധനം വാങ്ങാം, പിന്നീട് രണ്ടാമത് ഷോപ്പിങ്ങിന് പോവേണ്ട ഗതികേട് പലപ്പോഴും നമുക്കുണ്ടാവുന്നു. ഇതിൻ്റെ ബേസിക് റീസൺ ഇമ്പൾസീവായിട്ടുള്ള പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കില്ല് രൂപപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ്. അതുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അത് നമ്മൾ നിയന്ത്രിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രൈസിസിൽ നിന്ന്, സാമ്പത്തികമായ മേഖലയിലുള്ള ക്രൈസിസിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു ബജറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? തീർച്ചയായും അല്ലേ? ഒരു ബജറ്റിംഗ്, ഒരു ഫിനാൻഷ്യൽ ബജറ്റ് നമുക്ക് വേണം, നമ്മുടെ കുടുംബത്തിന് വേണം, നമുക്ക് വേണം. സൂപ്പർ മാർക്കറ്റ് കൾച്ചർ എന്നുള്ളൊരു കൾച്ചറാണ് ഇപ്പോൾ പൊതുവേ നമ്മുടെ നാടുകൾ പ്രചാരിച്ചിരിക്കുന്നത്. അഥവാ സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞാൽ നമ്മളൊരു ബാസ്ക്കറ്റ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ട്രോളി ആയിട്ട് പോകുന്നു, ആവശ്യമുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചിടുന്നു. എന്നാലൊരു സാധാ പലചരക്ക് കടയിൽ പോയാൽ, നമ്മൾ സ്ഥിരമായി നമ്മുടെ നാട്ടിലുള്ള ചെറിയ കടയിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യൂ. ആ ഒരു അർത്ഥത്തിലേക്ക്, ആ ഒരു രൂപത്തിലേക്ക് നമ്മളുടെ ഫിനാൻഷ്യൽ, അഥവാ എന്തിനാണോ നമ്മൾ ചിലവഴിക്കേണ്ടത് ആ ചിലവഴിക്കേണ്ടത് മധ്യമമായ മീഡിയം ലെവലിൽ നിന്ന് ചിലവഴിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ബജറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അത് ഏറെ ഉപകരിക്കുമെന്ന്. അല്ല, ഫാമിലി ബജറ്റ് എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഓരോ കുടുംബത്തിനും അവരുടെ വരുമാനത്തിനും അവരുടെ ചെലവിനും അനുസരിച്ചുള്ള ഒരു ബജറ്റ് സംവിധാനം. അപ്പം നമ്മുടെ രാജ്യത്തിനൊരു ബജറ്റ് ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. ഇതുപോലെ ഓരോ കുടുംബത്തിനും ഒരു ബജറ്റ് അവതരിപ്പിക്കപ്പെടണം. അതൊരു മാസത്തിലുള്ള ബജറ്റ് രക്ഷിതാവ്, അതിൻ്റെ പാട്രൺ അല്ലെങ്കിൽ ആ ഉപ്പ അവിടെ അവതരിപ്പിക്കണം. അവിടെ ഉമ്മ അറിയണം എത്രയാണ് എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം, മക്കൾ അറിയണം വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര പൈസ നീക്കി വെക്കാം, ഭക്ഷണത്തിന് വേണ്ടി എത്ര, വസ്ത്രത്തിന് വേണ്ടി എത്ര, ടൂർ പോകാൻ വേണ്ടി എത്ര, ആസ്വാദനത്തിന് വേണ്ടി എത്ര,
രോഗ ചികിത്സക്ക് വേണ്ടി എത്ര, എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് ബോധ്യമാവും ഈ മാസം എൻ്റെ ഉപ്പയുടെ വരുമാനത്തിന് അപ്പുറമുള്ള ചെലവുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കൺട്രോൾ ചെയ്യണം. ഇന്നെന്താന്ന് വെച്ചാൽ രക്ഷിതാക്കൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യാതെ അവർ ഇടങ്ങറാവുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് കടം വാങ്ങിയിട്ടാണ് പ്രാഥമികമായ പല കാര്യങ്ങളും അവർ പൂർത്തീകരിക്കുന്നത്. ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഭീമമായിട്ടുള്ള സംഖ്യ ക്യാപിറ്റേഷൻ നൽകുന്നു. ഈ ക്യാപിറ്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് പലപ്പോഴും ലോൺ എടുക്കുന്നു, വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, ആർഭാടമുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു. ഇങ്ങനെ കടത്തിൻ്റെ ഭാരം പേറേണ്ടി വരികയാണ്. അപ്പോൾ എൻ്റെ വരുമാനം പരിമിതമാണ്, അല്ലെങ്കിൽ ഈ വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങളാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. അതിന് നമ്മൾ തയ്യാറുമല്ല. അതായത് കുടുംബത്തിൽ ബ്രെഡ് ഏൺ ചെയ്യുന്ന ബ്രെഡ് വിന്നർ ആയിട്ടുള്ള വ്യക്തി ഒരാളാണെങ്കിൽ അയാൾ നിരന്തരം അധ്വാനിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഉപഭോക്താക്കളാണ്, കൺസ്യൂമേഴ്സാണ്. അവർ ഈ കൊണ്ടുവരുന്ന ആളുടെ വരുമാനം മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർ തിന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും അതുപോലെ ആ മക്കളും ഒന്നിച്ച് അധ്വാനിക്കുന്ന ഒരു സംരംഭം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ഒരു കൾച്ചർ നമുക്കില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും അധ്വാനിക്കുക എന്നുള്ളത് നമ്മുടെ വരുമാനം കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചൊരു പരിഹാരം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇടപെടാൻ പറ്റുന്ന മേഖലകളിൽ ഇടപെട്ടുകൊണ്ട്, ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് അവരുടേതായ നിലയിൽ നേടാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന്. തീർച്ചയായും. ഇപ്പോൾ അറിവുള്ള ഒരാളാണെങ്കിൽ ആ അറിവുകൾ ഒരു കോഴ്സ് രൂപത്തിൽ അവതരിപ്പിച്ചാൽ അത് ഒരു പ്രോഡക്റ്റായിട്ട് സെൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണത്. അതുപോലെ അവർക്ക് ഇപ്പോൾ ടൈലറിങ് പോലുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ വരുമാനം കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്, ഫാമിലി ബജറ്റിൽ ഓരോരുത്തർക്കും അവരുടേതായ റോളുകൾ നിർവഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും അറിയില്ല. അതായത് ഇതൊരു വലിയ ഹോൾസെയിൽ ടീമാണ് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത്. ഈ മാൾ കൾച്ചർ വന്നതോടുകൂടി ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ഒരിക്കലും കർഷകരല്ല, വമ്പൻ സ്രാവുകളാണ്. അപ്പം അവർ നിശ്ചയിക്കുന്ന പ്രോഡക്റ്റ്, അതിൻ്റെ വില അവരുദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനം അതിനനുസരിച്ച് ഒരിക്കലും ഉയരുന്നില്ല. അതുകൊണ്ട് ഉള്ള വരുമാനം അനുസരിച്ച് നമ്മുടെ ബജറ്റ് എങ്ങനെ സംവിധാനിക്കണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രണ്ട്, നമ്മുടെ വരുമാനം കൂട്ടാനുള്ള അഡീഷണൽ ഇൻകം സോഴ്സുകൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. ഓക്കെ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും, ഒന്ന് നമുക്ക് ഉള്ള സ്കില്ലുകൾ, നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മേഖല. ഇപ്പോൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ തൻ്റെ കൃഷി അത് എത്രത്തോളം വിപുലപ്പെടുത്താൻ സാധിക്കുമെന്ന് അന്വേഷിക്കണം. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ തൻ്റെ ബിസിനസ് ഒന്നുകൂടി വ്യാപ്തി കൂട്ടാൻ വേണ്ട രൂപത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഒരു ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം നേടാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. അഥവാ സാമ്പത്തിക സ്രോതസ്സുകൾ ഹലാലായ ഒരുപാട് മേഖലകളിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ ചിലവുകളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. വരുമാനത്തിൻ്റെ അപ്പുറത്തേക്കല്ല നമ്മുടെ ചിലവുകൾ പോകേണ്ടത്, അതിന് ഉള്ളിൽ വരുന്ന രൂപത്തിൽ. അവിടെയാണ് ഫാമിലി ബജറ്റിംഗ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ അംഗങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ മഹത്വം പറഞ്ഞത്. സർ, ഇനി ഇപ്പോൾ സാമ്പത്തിക വിക്രയങ്ങൾ നടത്തുമ്പോൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ലോൺ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചു ഓൾറെഡി. അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ജോബ് ലോസ്. അതായത് ഒരു ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുക. അതായത് നമ്മൾക്കൊക്കെ ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവും. ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം വലിയ നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തതായിരിക്കും. എന്നാൽ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്ന ജോലി, ഈ ജോലി നഷ്ടപ്പെടുന്നതോടുകൂടി അവിടുത്തെ വരുമാനത്തിൻ്റെ ആ സ്രോതസ് നിൽക്കുകയാണ്. ഇത് മിസ്മാനേജ്മെൻറ്റിനുള്ള ഒരു കാരണമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു കാര്യമാണല്ലോ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം പ്രതിസന്ധികളെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് കൂടി നമ്മൾ നേടേണ്ടതുണ്ട്. കാരണം അങ്ങനെ സംഭവിച്ചേക്കാം. ജീവിതത്തിൽ വളർച്ച ഉള്ളതുപോലെ തന്നെ തകർച്ചയും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഒരു സേവിങ് കൾച്ചർ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു പണം, കുറച്ച് പൈസ ഓരോ മാസവും നമ്മൾ സേവ് ചെയ്യണം. ആ സേവ് ചെയ്യുന്നത് അടിയന്തരമായിട്ടുള്ള എമർജൻസി ഫണ്ടായിട്ട് അവിടെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ എമർജൻസി ആയിട്ട് വന്ന് ചേർന്നേക്കാം. അത്തരം ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ, ഒരു ഉദാഹരണം, കോവിഡ് ഉണ്ടായ ഘട്ടത്തിൽ
പെട്ടെന്ന് പിന്നെ ഉണ്ടായ കുറേ പ്രയാസങ്ങളുണ്ട്. അതുപോലെ നോട്ട് നിരോധിച്ച സന്ദർഭം, ഇവിടെയൊക്കെ നമ്മൾക്ക് കയ്യിൽ പണം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ലിക്വിഡ് മണി നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം അല്ലേ. അത് പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമല്ലോ, നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു പണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി നമ്മൾ ക്രമീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന എമർജൻസി ആയിട്ടുള്ള ഇത്തരം പിന്നെ ചെലവുകളുണ്ട്. ആരോഗ്യരംഗത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വിവാഹം, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് വിവാഹം ഉണ്ടാവുമ്പോൾ അവിടെ നമ്മളെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ അത് പിന്നീട് കടം വാങ്ങേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ സമ്പാദ്യത്തിൻ്റെ ഒരു 10 or 20% ഓഫ് മണി സേവിങ്ങിലേക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ എമർജൻസി ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കും. നല്ല കാര്യം. ഇതോടൊപ്പം വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാൾ, അയാൾ ഒരു ഉന്നത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ മക്കൾ ഒക്കെ പല മേഖലയിലും ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ള ഒരു സംസാരത്തിനിടയിൽ അദ്ദേഹം ഒരു ദിവസം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ സാലറിയുടെ 50% ഡെയിലി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കും. ആൻഡ് ദ 10% സേവിങ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. മറ്റൊരു 10% എന്താ പറയുക, ഈ പാവങ്ങളെ ചാരിറ്റി വർക്കുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കും. അപ്പോൾ അവിടെ 70%. ബാക്കി അദ്ദേഹം പറഞ്ഞൊരു 10% എന്ന് പറയണത് കടം കൊടുക്കാനൊക്കെ ഉള്ള ആളുകളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ബാധ്യതയാണ്, അത് നീക്കാൻ കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 10%. അങ്ങനെ മൊത്തം വരുമ്പോൾ 50%. അധിക മാസം ഈ രൂപത്തിൽ തന്നെ പോവും. എന്നാൽ ചില മാസങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ അങ്ങോട്ടുണ്ടാവും. എന്നാലും ഞാൻ ചെറുപ്പം മുതൽ ജോലിയിൽ കയറി ഒരു ആദ്യത്തെ 2-3 വർഷം മുതലേ അത് തുടങ്ങിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ ഒരു നല്ല കണ്ണിങ് ആയ അല്ല, അതിൽ വരേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഉംറ നിർവഹിക്കാനൊക്കെ ആളുകൾക്ക് സാധിക്കുന്നില്ല, ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ സാധാരണ പറയുന്ന പരാതി, 2 അറ്റവും കൂട്ടിമുട്ടാൻ അല്ലെങ്കിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. ഇതൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് നിർവഹിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്ലാനിങ് എനിക്ക് നടത്താൻ പറ്റും. ഇപ്പം എൻ്റെ കൈകൊണ്ടൊരു പള്ളി നിർമ്മിക്കണം അല്ലേ. ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരൊക്കെ ഹൈലി റിച്ച് പീപ്പിളാണ്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. അവരൊക്കെ ഒരു താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അവർ ലക്ഷ്യമായി നിർണ്ണയിക്കുകയാണ്, എൻ്റെ സ്വന്തം വക ഒരു പള്ളി നിർമ്മിക്കണം. അപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് അവരതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരുക്ക് കൂട്ടി അവസാനം 10-15 വർഷം കൊണ്ട് അവരൊരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങാണ് ചെയ്യുന്നത്. ഈ ഒരു കൾച്ചർ നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഇല്ലായ്മപ്പാട്ട് പാടുന്നത്. ഉള്ളതിൽ തൃപ്തിപ്പെടാനും ഉള്ളത് സഹായിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കടം കൊടുക്കുക എന്നുള്ളത്, കടം കൊടുക്കുന്നത് ഒരു പുണ്യകർമ്മമാണല്ലോ. അപ്പോൾ ഈ കടം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് പെട്ടെന്ന് തിരിച്ചു കിട്ടില്ല എന്നുള്ള രൂപത്തിൽ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ചില ആളുകൾ കടം വാങ്ങുന്ന ആ ഒരു ആവേശം അത് തിരിച്ചു തരാൻ പലപ്പോഴും കാണിക്കാറില്ല. ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും കടം കൊടുക്കുന്നത് നിർത്തിവെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഈ കടം കൊടുത്തത് കൊണ്ട് പാപഭാരം പേറേണ്ട ദുരവസ്ഥ ചില ആളുകൾ ബോധപൂർവം ഉണ്ടാക്കുന്നുണ്ട്. അവർ ഒഴിവ് പറയാൻ മാത്രമല്ല, ഇന്ന മാസം കൊണ്ട് ഇന്ന ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു എമർജൻസി വരുന്ന സമയത്ത് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്താണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആവേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇപ്പോൾ ഈ അടുത്ത് വായിച്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അത് കാണുക കൂടി ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇവിടെ ഈ ഒരു പീസ് റേഡിയോ സ്നേഹക്കൂടിൽ കൂടി പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഹജബ്ബ എന്ന് പറയുന്ന ഒരു സാധാ ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം ഒരു വൻകിട കച്ചവടക്കാരനല്ല, വെറും ഓറഞ്ചുകളും നാരങ്ങകളും കൊട്ടയിലാക്കി എല്ലാ ദിവസവും മാർക്കറ്റിൽ പോയി വിൽക്കുന്ന ഒരാളാണ്. ഒരു കൊട്ടയോ അല്ലെങ്കിൽ 2 കൊട്ടയോ നാരങ്ങകൾ വിൽക്കും. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ 16ാമത്തെ വയസ്സ് മുതൽ ആണെന്ന് തോന്നുന്നു, ഇനി വയസ്സ് എത്രയെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അത്ര ചെറുപ്പകാലം തൊട്ട് തന്നെ
അദ്ദേഹം വിൽക്കുന്ന നാരങ്ങയുടെയും അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയും വിഹിതത്തിൽ നിന്നും ഒരു ചെറിയ സംഖ്യ അദ്ദേഹം മാറ്റിവെക്കും. തൻ്റെ നാട്ടിൽ ഒരു വിദ്യാലയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു അറിയൂ, ഈ വർഷങ്ങൾ കൊണ്ട് സ്വരൂപിച്ച ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുന്നത്. ഹജബ്ബ സ്കൂൾ എന്ന് അടിച്ചു കൊടുത്തത് നമുക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാടാണത്. അഥവാ തനിക്കുള്ളത് ചെറിയൊരു സമ്പത്താണ്, ചെറിയൊരു ജോലിയാണ്, ചെറിയൊരു കച്ചവടമാണ് താൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് പോലും ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സാലറി വാങ്ങുന്ന ആളുകൾ, മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സാലറിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഇൻകത്തിൽ നിന്നും ഒരു ചെറിയൊരു വിഹിതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കൂടിയാണ് ഇതുപോലെയുള്ള ചില എക്സാമ്പിളുകൾ നമുക്ക് നൽകുന്നത്. സാമ്പത്തിക മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. അവിടെ ഈ മാനേജ്മെൻറ്റ് സ്കിൽ എന്ന പ്ലാനിങ് ആണല്ലോ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗം പ്ലാനിങ് ചെയ്യുക എന്നുള്ളത് ബോധപൂർവം ചെയ്യേണ്ടതാണ്. അത് സൂക്ഷ്മത പുലർത്തി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫാമിലി സംവിധാനത്തിൽ ചെയ്യുമ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് കുടുംബത്തിൽ നായകനായിട്ടുള്ള രക്ഷിതാവ് മാത്രമല്ല, അതിൽ ഭാര്യ, ഭർത്താവും, മക്കളും നിർബന്ധമായിട്ട് അതിൽ പങ്കെടുത്തിട്ട് ആ കുടുംബത്തിൻ്റെ റണ്ണിങ് എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഒരു ട്രാൻസ്പാരൻസിയോടുകൂടി, സുതാര്യതയോടുകൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിനും അതുപോലെ തന്നെ ലിറ്ററസിയും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കിട്ടും. അത് ചെറിയ കുട്ടിയാണെങ്കിലും കിട്ടും. ഇപ്പോൾ കുട്ടികൾ പല കാര്യങ്ങൾക്കും പൈസ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എടുത്തു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാത്തത് നമ്മൾ കടം വാങ്ങുകയാണ്, അല്ലെങ്കിൽ പലിശക്ക് പണം വാങ്ങുകയാണ്. പലിശക്ക് വാഹനം വാങ്ങുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, പലിശ കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, പലിശ തന്നെ ഒരു തെറ്റല്ലാത്ത രൂപത്തിൽ സാമാന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മിസ്മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. പലിശ എന്നുള്ളത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഒരു ഇനം അത്ര വലിയ പാപമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നമ്മൾ ഒരിക്കലും ആ ഒരു സമീപനം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പലിശ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്തും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പലിശ ജീവിതത്തിൽ വാങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ആ രൂപത്തിൽ മക്കളെ നമ്മൾ സംവിധാനിക്കണം. ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങളിലുള്ള അംഗങ്ങൾ പൈസ ലോൺ എടുക്കുകയാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണ്. ഇത് കൊടുക്കാൻ ആളുകളുണ്ട്. അതുപോലെ ക്രെഡിറ്റ് കാർഡുകൾ, ബാങ്കുകൾ നിങ്ങൾ ഈ ബാങ്കിലെ ഏറ്റവും നല്ല കസ്റ്റമറാണ് എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നൽകിയിട്ട് ഒരു താല്പര്യവും ഇല്ലാത്ത ആളുകളെ ക്രെഡിറ്റ് കാർഡ് നിർബന്ധിച്ച് കൊടുപ്പിക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് കടം വാങ്ങുകയാണ്. എന്നിട്ട് അവർ വിചാരിക്കുന്ന സമയത്ത് അത് വീട്ടാൻ സാധിക്കാതെ വരുന്നു. അപ്പം മിസ്മാനേജ്മെൻറ്റിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാമോഹങ്ങൾക്ക് നടുവിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന പൈശാചികത നമ്മൾ തിരിച്ചറിയണം. സാമ്പത്തിക രംഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അച്ചടക്കം പാലിക്കേണ്ടത്. നമുക്ക് സാധിക്കാത്ത ഒരു വീട് നമ്മൾ ഒരിക്കലും തറക്കല്ലിടരുത്. പല ആളുകളും ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അടുത്ത അയൽവാസിയുടെ റൂമിലേക്കും അവിടുത്തെ സംവിധാനത്തിലേക്കുമാണ് നോക്കുന്നത്. ഇയാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കുന്നില്ല. എന്നിട്ട് വലിയ പ്ലാൻ വെച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് പെയിൻ്റ് അടിക്കാനോ അത് പൂർത്തീകരിക്കാനോ സാധിക്കാതെ വരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിനെത്തി. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ 50 ലക്ഷം ലോൺ എടുത്തിട്ടാണ് വീട് ഉണ്ടാക്കിയത്. വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവിനെ നിർബന്ധിപ്പിച്ചത് ഭാര്യയാണ്. ഭാര്യയ്ക്ക് ജോലിയില്ല, ഭർത്താവിനാണ് ജോലിയുള്ളത്. അങ്ങനെ ഈ ലോൺ എടുത്ത് വീടുണ്ടാക്കി. പിന്നെ ആ വീട്ടിലൊരു സമാധാനവുമില്ല. ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കൽ തുടങ്ങി. അങ്ങനെയാണ് കൗൺസിലിങ്ങിനെത്തിയത്. അപ്പോൾ സത്യത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മസ്കൻ അല്ലെങ്കിൽ വീടെടുക്കുന്നത്. പക്ഷേ ആ വീട്ടിലെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള വൻപാപങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക രംഗത്ത് പലിശയെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ വർജിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന. പലിശ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാവുമെന്നുള്ളതിൻ്റെ, ഉയർച്ച ഉണ്ടാവുമെന്നതിന് 100 കണക്കിന് എക്സാമ്പിളുകൾ നമ്മുടെ മുന്നിലുണ്ട്. വലിയ വലിയ ബിസിനസ്സുകാർ
അവരെ പിന്നാലെ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ചെന്നിട്ട് പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് വേണ്ട, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ കോടീശ്വരന്മാരായ ചരിത്രങ്ങൾ നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ ചെന്നപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ഇങ്ങനെ താത്തുന്ന സമയത്ത് ഓടി വരുന്ന ഒരാൾ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചിട്ടാണ്. അഥവാ പലിശയുമായി ബന്ധപ്പെടുത്താൻ എങ്ങനെയൊക്കെ ഒരാളെ സാധിക്കും അങ്ങനെയൊക്കെ എല്ലാ ബാങ്കുകാരും അതിന് വേണ്ട ഓരോ സ്ഥലങ്ങൾ. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ഒരുപാട് വാഹനങ്ങൾ വരും, സ്വാഭാവികമായിട്ട് ഇത് ചോദിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ഒരാൾ ഒന്ന് എടുക്കാമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ നൽകിയിട്ട് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സാധനം ഇന്ന വിലയിൽ കുറച്ച് കിട്ടും, അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സാധനം വളരെ ചീപ്പായിട്ട് കിട്ടും, ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാവും. ഇവർ നൽകുന്ന ഓഫറുകൾ ഒരുപാടാണ്. അറിയാതെ ഈ മേഖലയിലേക്ക് നമ്മളെത്തും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് കടമാണ്, ലോണാണ്. ആ കാർഡിലൂടെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും നിശ്ചിത ശതമാനം പലിശ നമ്മൾ അടച്ചേ മതിയാവും. അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചുവെങ്കിൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഒരു പരിധി വരെ വിജയിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ പലിശൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയും വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട ചില അച്ചടക്ക ശീലങ്ങൾ. ഇവിടെ കൺസ്യൂമറിസം എന്നുള്ളത് ഒരു രോഗമായിട്ടുണ്ട്. അതായത് ഉപഭോഗ സംസ്കാരം. നമുക്ക് ആവശ്യമില്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വാങ്ങിക്കൂട്ടുകയാണ്. അത് ചിന്തിക്കുന്നൊന്നുമില്ല, അത് കടം വരുന്നെന്നുള്ളത് ചിന്തിക്കുന്നില്ല. പലപ്പോഴും ആർഭാടങ്ങൾക്ക് വേണ്ടി ആളുകളുടെ മുമ്പിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. ചില ആളുകളൊക്കെ കടം വന്ന് മൂലയിലായി, സ്വന്തം കടപ്പാടം വിറ്റു, ബിസിനസ് സ്ഥാപനങ്ങൾ വിറ്റു, ഒക്കെ വിറ്റു. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നാട്ടിൽ പ്രമാണിയായി ജീവിക്കാൻ, നാട്ടിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കല്യാണം നടത്തുമ്പോൾ ഞാൻ വലിയ ദർജയിലുള്ള വലിയ ഉയർന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ. പക്ഷെ ഇന്ന് കടത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോൾ ആരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു സമയത്ത് ആളുകളുടെ നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല പേര് സമ്പാദിക്കാൻ വേണ്ടി ഇല്ലാത്ത പണം സ്വരൂപിച്ച് കടം വാങ്ങി കല്യാണങ്ങളും സൽക്കാരങ്ങളും ഒക്കെ നടത്തിയ ആളുകൾ ഇന്ന് തീവ്രമായി പരീക്ഷണങ്ങൾക്ക് നടുവിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ ഓരോ മേഖലയിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മിതത്വമുണ്ട്. ആ മിതത്വം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ മിസ്മാനേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ചെയ്യും. സാർ, അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ലൈവ് എക്സാമ്പിളുകളുണ്ട്. വിദേശത്ത് നല്ല ഉന്നത സ്ഥാനത്ത് നിന്നിരുന്ന ഒരാൾ, അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അധികം ചൂഷണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അകന്ന ബന്ധുക്കൾ, നാട്ടിലെ പല സംരംഭങ്ങൾ, ഇതിനെല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ വിഹിതമുണ്ട്. അവസാനം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഹൗസ് ഡ്രൈവറായിട്ട് വിദേശത്ത് ജോലി ചെയ്യേണ്ട അവസരം വരികയാണ്. കിടന്നിരുന്ന വീട് വിൽക്കും, വലിയ കൊട്ടാര സമാനമായ വീട് അവർക്ക് നഷ്ടമാവുകയാണ്. കുടുംബത്തിലെ മക്കളൊക്കെ അദ്ദേഹത്തിനോടൊരു എഗെയിൻസ്റ്റ് മൈൻഡായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അത്തരക്കാരായ ആളുകളോട് നമുക്ക് എന്ത് ഉപദേശിക്കാം? ഇവിടെ പ്രവാസികളാണ് ഇതിലേറ്റവും പ്രധാനം. പ്രവാസികളുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിക്കുന്നില്ലല്ലോ. സത്യത്തിൽ അവർ സാധുക്കളാണ്. അവർ ജീവിക്കുന്നത് അവരുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ അത് ഈ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അവരുടെ ഒരു ആയുസ്സാണ് തീർന്നു പോകുന്നത്. അവിടെ അവർ ഉണ്ടാക്കുന്ന പണം മുഴുവനായിട്ട് അവർ നാട്ടിലേക്ക് അയക്കുകയാണ്. ഇവിടെ പ്രവാസികളായ സഹോദരങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ അധ്വാനിക്കുന്ന സമ്പാദ്യത്തിൻ്റെ 1% നിർബന്ധമായിട്ട് ഒരു കാരണം കൊണ്ട് അവർ അയക്കാതിരിക്കണം. അത് അവർ സ്റ്റോക്ക് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് 25-30 വർഷമൊക്കെ അധ്വാനം നടത്തി ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ മാരകമായ രോഗങ്ങൾ പേറിയിട്ടാണ് പല സഹോദരങ്ങളും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഈ സമയത്ത് അവർക്ക് ഒരിക്കലും അധ്വാനിക്കാൻ കഴിയില്ല. പിന്നീട് അവർക്ക് വേണ്ടത് ചികിത്സയാണ്. ഈ ചികിത്സിക്കാൻ വേണ്ടി കുടുംബം പോലും തയ്യാറാവാത്ത അവസ്ഥ. കാരണം ഒരു കറവപ്പശുവായിട്ടാണ് ഈ വ്യക്തിയെ ആ കുടുംബം പോലും പരിഗണിച്ചത്. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പല ആളുകളും അവരെ കറവപ്പശുവായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബോധം പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. കാരണം അവരുടെ കാര്യം ഒട്ടും ആലോചിക്കാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോധം അവർക്ക് തന്നെയാണല്ലോ ഉണ്ടാവേണ്ടത്. നാട്ടിൽ ഉള്ള ഒരു
ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത് പിരിവാര് വരുന്നതിലും ഇയാൾ പിരിവ് കൊടുക്കുന്നതിലും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അയാൾക്ക് പിരിവാണ്. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് ഇവിടെ ആളുകൾ അങ്ങോട്ട് ചെന്നും ഒക്കെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു താല്പര്യം കൂടി പ്രവാസികൾ ശ്രദ്ധിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. എങ്കിൽ മാത്രമേ മിസ്മാനേജ്മെൻറ്റിൽ നിന്ന്, ഫിനാൻസിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ വളരെ നല്ലൊരു ചർച്ചയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായൊരു ഭദ്രത ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്, കൊതിക്കുന്നതാണ്. കടം വാങ്ങാനും കടത്തിൽ അകപ്പെട്ട് ജീവിക്കാനും ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എത്രയോ ആളുകൾ ആ കടത്തിൽ അകപ്പെടാനുള്ള കാരണം തങ്ങളുടെ മാനേജ്മെൻറ്റിൽ വന്ന പാളിച്ചകളാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഇനി ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സുപ്രധാനമായി ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ഇവിടെ ചില ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പ് അവരെ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇയാൾ ദുർബല മനസ്സുള്ള ഒരാളാണ്, സാമ്പത്തികമായിട്ട് നന്നായിട്ട് ഔദാര്യമുള്ള ആളാണെങ്കിൽ ഇയാളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മെനക്കെടും. അത് അയാൾക്ക് പോലും മനസ്സിലാവില്ല. അവൻ്റെ കയ്യിൽ പണമുള്ള സമയത്തൊക്കെ അവർ കൂട്ടുകാരായിട്ടുണ്ടാവും. ഈ പണം തീരുന്നതോടുകൂടി അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആരുമായിട്ടാണ് സഹവസിക്കുന്നത്, ഏതാണ് എൻ്റെ സുഹൃത്ത്, ആ സുഹൃത്ത് എൻ്റെ സാമ്പത്തിക അച്ചടക്കത്തിൽ വിഘ്നം നിൽക്കുന്നുണ്ടെങ്കിൽ, തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്താനുള്ള ഒരു മനസ്സന്നദ്ധത എനിക്കുണ്ടാവണം. ആ വിഷയത്തിൽ അറിവുള്ള ആളുകൾ ആ അറിവ് പകർന്നു കൊടുക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഗുണകാംക്ഷയോടുകൂടി തൻ്റെ ഭർത്താവിനെ ആ വിഷയം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഭാര്യയുടെ ധർമ്മം തന്നെയാണ്. ഭർത്താക്കന്മാർ ആ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾ അയാളുടെ ബിസിനസ് മുഴുവൻ കടത്തിലാണ്. അപ്പോൾ ഇയാളായിട്ട് ഇരിക്കുമ്പോൾ ഇയാളുടെ കടത്തിൻ്റെ ദിവസം കിട്ടുന്ന വരുമാനം നോക്കുന്നുണ്ട്, പിന്നീട് ചെലവുകൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിലെ ഏകദേശം ഒരു 5000-ഓളം രൂപ എല്ലാ ദിവസവും, ആഴ്ചയിൽ ഭൂരിഭാഗം ദിവസങ്ങളും കടയുള്ള ദിവസങ്ങളിൽ ഒരു 5000-ത്തിനടുത്ത് രൂപ തൻ്റെ ഫ്രണ്ട്സുമായി ഭക്ഷണം കഴിക്കാനാണ് ചിലവഴിക്കുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ബജറ്റിൽ വരുന്ന കാര്യമില്ല. അവസാനം മാസാമാസം ഇതിൻ്റെ കിട്ടുന്ന സംഖ്യയും അതുപോലൊരു ബാലൻസ് ഷീറ്റ് ശരിയാക്കുമ്പോൾ ഒരു മാസത്തിൽ ഒരു ഏകദേശം 3000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഒരു മാസത്തിലെ സംഖ്യ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം, പിയർ പ്രഷറിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി അറിയാതെ എത്രയോ ഭീമമായ സംഖ്യ പലപ്പോഴും ചെലവഴിക്കുകയും അത് മുഖേന പാപ്പരാകേണ്ടി വരുന്ന, താൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ പോലും പാടെ തകരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം നമ്മുടെ ചിലവുകൾ നടത്താൻ എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ കൂടി നിങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ളൊരു സമയമാണിത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഫാമിലിക്കും അവരുടേതായ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ചിലപ്പോൾ നമ്മളെ വരുമാനം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ കാര്യങ്ങൾ തുറന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വരുമാനം കുറവാണെങ്കിൽ ആ വരുമാനം കൂട്ടുക എന്നുള്ളത് ഒരു കൂട്ടായ ടീം വർക്കാണ്. അതിലെല്ലാവരും പങ്കാളികളാവണം. അല്ലാതെ ഒരാൾ മാത്രം എല്ലാറ്റിനും അക്കൗണ്ടബിൾ ആവുക, അയാളുടെ വരുമാനം കൊണ്ട് ആ കുടുംബം മൊത്തത്തിൽ ചെലവ് നടത്തുക എന്നുള്ളതിന് ബദൽ എല്ലാവരുടെയും ഒരു സാമൂഹ്യ പങ്കാളിത്തം, കുടുംബ പങ്കാളിത്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരിക്കും. ആ റോളിലേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ തളർച്ചയാണ് ഇപ്പോൾ. സാമ്പത്തികമായ ഒരു സെസേഷൻ പീരീഡിലാണ്, മാന്ദ്യത്തിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. പല വ്യാപാരങ്ങളും വലിയ ഭീഷണിയിലാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ മേഖലയിൽ കൂടിയുള്ള പർച്ചേസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല ഒരു ശതമാനം വരുമാനം കൊണ്ടുപോകുന്നത് അന്യരാജ്യക്കാരാണ്. കാരണം ഫ്ലിപ്കാർട്ട് ആവട്ടെ, അതുപോലെ ആമസോൺ ആവട്ടെ, ഇത്തരം കമ്പനികളൊക്കെ വലിയ വമ്പൻ സ്രാവുകളുടേതാണ്.
അതുകൊണ്ട് വലിയൊരു നഷ്ടം റീറ്റെയിൽ ജീവനക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. നാട്ടിലുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടം പൂട്ടാണ്. ഈ സാധുക്കളുടെ കച്ചവടം അവിടെ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തികമായ രംഗം ബാലൻസ് ചെയ്യപ്പെടുള്ളൂ. ഈ ഒരു അറിവില്ലായ്മ നമ്മുടെ സമൂഹത്തിന് വല്ലാതെ ഉണ്ട്. ചിലപ്പോൾ 1 രൂപയോ 10 രൂപയോ ലാഭത്തിന് വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയയിൽ കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലുള്ള പല കച്ചവടക്കാരും കടത്തിൻ്റെ വലിയ ഭാരം പേറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇനി വൈകാൻ പാടില്ല. കാരണം അവർ കുത്തുവാള എടുക്കുമ്പോൾ അവരെ കൂടി പുനരധിവസിപ്പിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൻ്റെ ചുമലിൽ വീഴും. അതുകൊണ്ട് ആ മേഖല കൂടി നമ്മൾ പരിഗണിക്കണം എന്നാണ് അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ നല്ല ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നമ്മോട് പങ്കുവച്ചത്. കൂട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള കൊച്ചു കുട്ടികളെ കൂടി അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നുള്ളതാണ്. സാധനങ്ങൾ വാങ്ങാനുള്ള ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോഴെങ്കിലും അവരെ നമ്മൾ ഏൽപ്പിക്കണം. കാരണം പൈസയുടെ മൂല്യവും വിലയും അറിയാൻ അത് ഏറ്റവും ഉപകരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സാമ്പത്തികമായ ഒരു സുസ്ഥിരതയും ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിക്കാനും ഹലാലായ മാർഗ്ഗത്തിലൂടെ ചെലവഴിക്കാനുള്ള ഒരു അവസ്ഥ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. വാഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.